സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിൽ രാജ്യം. ചടങ്ങുകൾ നടക്കുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലകളിലും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഡൽഹി റെഡ് ഫോർട്ടിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 200 വർഷം നീണ്ട വിദേശ ആധിപത്യത്തിൽ നിന്നും പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷിക നിറവിലാണ് രാജ്യം. ഹർഘർ തിരങ്കയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വസതികളിൽ പതാക ഉയർത്തി. വിവിധ സംസ്ഥാനങ്ങളിലായി പതാക റാലികളും നടന്നു. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി 50 ശുചിത്വ തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിക്കും. കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ സമരസേനാനികളെ നന്ദിയോടെ ഓർക്കുകയാണ് ജനത. आज हम और हमारी फ्रेंड्स सभी मिलकर यहाँ सेलिब्रेट करने आए हैं और उसकी यादगार पलों को हम समेट के ले जाएंगे. मैं ये विश करती हूँ कि जो हमारा राष्ट्र है पूर्ण रूप से इसमें सुख और समृद्धि रहे, वसुधैव कुटुंब की भावना आए. പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലകളടക്കം കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്കോട്ടയിൽ മാത്രമായി 10,000-ലധികം സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ രാജ്യതലസ്ഥാനത്തെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം സജു തോമസ്, മീഡിയ 1.